ഇപ്പോൾ എല്ലാവർക്കും ഫ്രൈഡ് ചിക്കനേക്കാളും ബ്രോസ്റ്റിനേക്കാളും ഒക്കെ പ്രിയം മസാല ഷവായി ആണല്ലേ. ഈ ഒരു മസാല ഷവായി വീട്ടിൽ നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഒരു 10 കാശ്മീരി മുളക് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 15 മിനിറ്റ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 10 ചെറിയുള്ളി, 10 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു തക്കാളി, മല്ലിയില ഒരു പിടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂണ് വിനാഗിരി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. ഞാൻ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ട് കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. നമുക്ക് മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മസാല ഒന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഉൾഭാഗത്തേക്കും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ചിക്കനാണ്. അപ്പം എനിക്കിത് ഉണ്ടാക്കിയപ്പോൾ തോന്നിയിട്ടുള്ള കാര്യം, ഫുൾ ചിക്കൻ എടുക്കുന്നതിലേറെ നല്ലത് ഒരു ചിക്കൻ 4 പീസാക്കിയിട്ട് എടുക്കുകയായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഇതുപോലത്തെ കുക്കറിലൊക്കെ വെക്കാൻ വലിയ കുഴപ്പമില്ല, അതിൽ നിന്ന് എടുക്കാനും അതുപോലെ അത് തിരിച്ചിടാനും ഒക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കിയുള്ള മസാലയും അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മസാല പുരട്ടിയിട്ട് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതൊരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുവരെ ഇത് ചെറിയ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വിസിൽ വരുന്നവരെ ചെയ്താൽ മതി. ഇത് വലിയ ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ചിക്കൻ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതുണ്ടോ, ഞാൻ പറഞ്ഞില്ല വലിയ ചിക്കൻ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. കുക്കറിൽ നിന്ന് എടുക്കാനും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാനൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങ് നമുക്ക് ചെയ്യാനും പറ്റില്ല, കാരണം നന്നായിട്ട് വെന്തിട്ടുള്ള ചിക്കനാണ്. കുക്കറിൽ വിസിൽ വന്ന് നന്നായിട്ട് വെന്തിട്ടുള്ള ചിക്കനും അല്ലേ. അപ്പോൾ നമുക്ക് മെല്ലെ ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ 2 സൈഡും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ഒരു ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഓയിലിൽ തന്നെ ചിക്കനിലുള്ള ബാക്കി മസാലയൊക്കെ കലർന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഈ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ മസാല കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കുക്ക് ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് ഇത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഷവായി റെഡി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ അങ്ങ് മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആ ഒരു മസാലയിൽ അങ്ങ് ഈ ചിക്കനെ കുളിപ്പിച്ചെടുക്കുക. ഈ മസാല തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കുബൂസാണ് എടുത്തിട്ടുള്ളത്. കുബൂസോ പൊറാട്ടയോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ മുകളിലും കുറച്ച് മസാല ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മസാല ഷവായൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്ത് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ ഈസി റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്